ഇന്നിവിടെ കാണിക്കുന്നത് മസാല കപ്പലണ്ടി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് 2 കപ്പ് പച്ച കപ്പലണ്ടിയാണ്. പിന്നെ അതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ വെളുത്തുള്ളി. ഇത് ഞാൻ തൊണ്ടോടുകൂടി ചതച്ചെടുത്തതാണ്. ഇതിലേക്ക് തൊണ്ട് കളയണമെന്ന് നിർബന്ധമില്ല. ഇത് ഏകദേശം 1 ടീസ്പൂൺ വെളുത്തുള്ളി, കായപ്പൊടി 1-2 പിഞ്ച് മാത്രം ഇട്ടാൽ മതിയാകും. ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 2-3 തണ്ട് കറിവേപ്പില. ഇത് ഏകദേശം 1/2 കപ്പോളം വരുന്ന കടലമാവാണ്. 2 കപ്പ് കപ്പലണ്ടിയിലേക്ക് 1/2 കപ്പ് കടലമാവ് മതിയാകും. ഇനി ഇതിലേക്ക് വേണ്ടത് വെള്ളമാണ്. ഇനി നമുക്ക് വേണ്ടത് ഇത് വറുത്തെടുക്കാൻ ആവശ്യമായ എണ്ണയാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഇവിടെ ഇരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും കപ്പലണ്ടിയിലേക്ക് ഇട്ട് യോജിപ്പിച്ചെടുക്കണം. മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. കറിവേപ്പില, വെളുത്തുള്ളി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഓരോരുത്തരുടെയും രുചിക്കനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. 1/2 കപ്പ് കടലമാവും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1-2 പിഞ്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം യോജിപ്പിക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മളത് നല്ലോണം ഇളക്കുക. ഇപ്പോൾ ഞാനിവിടെ അതെല്ലാം നല്ലോണം യോജിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അടുപ്പത്ത് ഒരു പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കി ഈ മസാല കപ്പലണ്ടി അതിലിട്ട് വറുത്ത് കോരാം. ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിൽ എണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്കതിലേക്ക് മസാല കപ്പലണ്ടി ഇട്ട് വറുത്ത് കോരാം. കുറേശ്ശെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇടുന്നതോടുകൂടി തന്നെ ഇത് നമുക്ക് വിടർത്തി ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഒട്ടിപ്പിടിച്ച പരുവത്തിലായിരിക്കും നമുക്ക് വറുത്ത് കോരാൻ പറ്റുക. നമ്മളത് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. നല്ലോണം കാഞ്ഞ എണ്ണയാണെങ്കിൽ നമുക്ക് ഇട്ട് ഏതാനും മിനിറ്റുകൾക്കകം തന്നെ വറുത്ത് കോരാൻ സാധിക്കുന്നതാണ്. ഇതിപ്പോൾ ഏകദേശം ആയി കഴിഞ്ഞു. നമുക്കിനി ഇത് വറുത്ത് കോരാം. ഇപ്പോൾ നമ്മളുടെ മസാല കപ്പലണ്ടി റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിലെ കോട്ടിങ് കുറച്ചും കൂടി കൂടുതൽ താല്പര്യമുള്ളവരാണെങ്കിൽ ഇതിലെടുത്തിരിക്കുന്ന കടലമാവിൻ്റെ എമൗണ്ട് കുറച്ച് കൂട്ടിയാൽ മതിയാകും. ഞാനിവിടെ ഏകദേശം 1/2 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി കട്ടിയിൽ കോട്ടിങ് ആവശ്യമുള്ളത് 1/2 കപ്പിന് പകരം ഒരു 3/4 കപ്പ് കടലമാവ് ചേർത്താൽ മതിയാകും. ഇങ്ങനെയാണ് മസാല കപ്പലണ്ടി തയ്യാറാക്കിയെടുക്കുന്നത്.